വെൽക്കം വെൽക്കം എവരി വൺ വെൽക്കം ടു ഫ്ലോയുടെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. എക്സാമിന് 100% ഒരിക്കലും ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ഏത് ടീച്ചർ വന്നിട്ട് ബോർഡ് എക്സാമിന് 100% ഇത് ചോദിക്കും ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അൺടിൽ അവരാണ് ക്വസ്റ്റ്യൻ എഴുതുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ ബോർഡ് എക്സാമിനൊന്നും നമുക്ക് അറിയില്ല ആരാ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്ന്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് മറ്റൊരു ടീച്ചറാണ് ആക്ച്വലി, അല്ലേ? സോ 100% ചോദിക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഒരു 90 എബവ് ചാൻസസ് ആണ്. ഓക്കെ, 90% എബവ് ചാൻസസ് ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ചോദിക്കാൻ 90% മുകളിൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അതിലൊരു 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഓക്കെ, ഒരു ഇറാഷണൽ നമ്പർ തന്നിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. ഒരു നമ്പർ തരുന്നു, എന്നിട്ട് അത് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം അത് ഇറാഷണൽ ആണെന്ന്. ഫോർ എക്സാമ്പിൾ √2 തരുന്നു, അല്ലേ? പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് √2 ഈസ് ഇറാഷണൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് എങ്ങനെ പ്രൂവ് ചെയ്യും? നമുക്കറിയാം √2 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷേ പ്രൂവ് ചെയ്യണം. ഇത് എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? √2 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ നമുക്കറിയാം ഇറാഷണൽ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ എങ്ങനെ എഴുതാൻ പറ്റത്തില്ല? P/Q ഫോർമാറ്റ് അല്ലെങ്കിൽ A/B ഫോർമാറ്റിൽ എഴുതാൻ പറ്റത്തില്ല. സോ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് P/Q. P/Q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. സോ നമുക്കറിയാം ഓൾറെഡി √2 ഇറാഷണൽ ആണെന്ന്. പക്ഷെ ഇനി എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ ആണ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. അതായത് നമ്മൾ ആദ്യം ഒരു കാര്യം അസ്യൂം ചെയ്യും. നമ്മൾ ആദ്യം ഒരു കാര്യം അസ്യൂം ചെയ്യും, എന്നിട്ട് അസ്യൂം ചെയ്തത് അവസാനം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യും. അതാണ് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. ഓക്കെ, മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് √2 ഈസ് എ റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. സോ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് ലെറ്റ് √2 ഈസ് എ റാഷണൽ നമ്പർ. സോ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് ലെറ്റ് √2 ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? √2നെ നമുക്ക് A/B എന്ന ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. P/Q അല്ലെങ്കിൽ A/B. വെയർ എയും ബിയും ഇന്റിജേഴ്സ് ആണ്. ബി ഒരിക്കലും 0 ആകാൻ പാടില്ല. ബി നോട്ട് ഈക്വൽ ടു 0. ബി 0 ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0. യെസ്, ആൻസർ നമുക്ക് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും കിട്ടുക. സോ A/B എഴുതി. √2 ഈസ് എ റാഷണൽ നമ്പർ വിച്ച് ഇംപ്ലൈസ് ഓർ therefore √2 ഈസ് ഈക്വൽ ടു A/B എന്ന് എഴുതി. നൗ ഹിയർ A and B integers ആണ്, and also A and B are co-primes. A and B are co-primes ആണ്. ഓക്കെ, ഇനി എന്താണ് co-prime? Co-prime numbers എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന് കോമൺ ഫാക്ടർ 1 മാത്രമേ കാണത്തുള്ളൂ. എക്സാമ്പിൾ നമ്മൾ 2ഉം 3ഉം എടുത്തു. 2ഉം 3ഉം എന്താണ്? കോപ്രൈം ആണ്. 2ഉം 3ഉം they are coprime numbers. Why they are coprime numbers? Because നമ്മൾ 2ന്റെ ഫാക്ടേഴ്സ് എഴുതിയാൽ 1 and 2 ആണ് ഫാക്ടർ. 3യുടെ ഫാക്ടർ എഴുതിയാൽ 1ഉം 3ഉം ആണ് ഫാക്ടർ. ഇനി അവരുടെ കോമൺ ഫാക്ടേഴ്സ് നോക്കിയേ. അവരുടെ കോമൺ ഫാക്ടേഴ്സ് 1 മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ ആയിട്ട്. ആര് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ. ഇനി ഞാൻ മറ്റൊരു നമ്പർ എടുക്കുന്നു, 10. ഓക്കെ, ഞാൻ മറ്റൊരു നമ്പർ എടുക്കുന്നു, 10ഉം 9ഉം എടുക്കുന്നു. 10ഉം 9ഉം 10ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഒരു ഫാക്ടർ ആണ്, 2 ഒരു ഫാക്ടർ ആണ്, 5 and 10. ഇനി 9ന്റെ ഫാക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 1ഉം 3ഉം 9.
നൗ ഇനി നിങ്ങൾ നോക്കിയേ ഇവർക്ക് ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. ഇവരുടെ കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 മാത്രമേ ഉള്ളൂ കോമൺ ഫാക്ടർ. സോ 1 മാത്രം കോമൺ ഫാക്ടർ ആയിട്ടുള്ള നമ്പേഴ്സിനെ പറയുന്ന പേരാണ് കോപ്രൈം നമ്പേഴ്സ്. ഓക്കെ, സോ ഇവിടെ എയും ബിയും കോപ്രൈം ആണ്. That means common factor for A and B. 1 is the only common factor. 1 is the only common factor for A and B. 1 is the only common factor for A and B. അതാണ് കോപ്രൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 1 is the only common factor for A and B. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ ഈ ഒരു നമ്മുടെ √2 is equal to A by B എഴുതുന്നു. √2 is equal to A by B. നമ്മൾ എന്ത് ചെയ്യുന്നു, we are going to square it. നമ്മൾ എന്ത് ചെയ്യുന്നു, we are going to square both LHS and RHS. So square LHS and RHS. So LHS സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ √2 സ്ക്വയർ is equal to RHS സ്ക്വയർ ചെയ്താൽ A by B ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്ത റിസൾട്ട് എഴുതുന്നു. സ്ക്വയർ ചെയ്ത റിസൾട്ടിൽ √2ന്റെ സ്ക്വയർ 2 ആണ്. 2 is equal to A സ്ക്വയർ by B സ്ക്വയർ എന്ന് എഴുതുന്നു. ഇനി നമ്മൾ ഈ B സ്ക്വയറിനെ പതുക്കെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ദാറ്റ് ഈസ് A സ്ക്വയർ is equal to B സ്ക്വയർ into 2. ആൻഡ് ദ ലാസ്റ്റ് വൺ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് B സ്ക്വയർ is equal to A സ്ക്വയർ by 2 എന്ന് നമുക്ക് എഴുതാം. B സ്ക്വയർ is equal to A സ്ക്വയർ by 2. ഇനിയാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഓർത്ത് വെക്കുക, നമുക്കൊരു നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു നമ്പർ A തന്നിട്ടുണ്ട്. ഈ എയുടെ സ്ക്വയർ ആണ് A സ്ക്വയർ. ഓക്കെ, ഈ A സ്ക്വയറിനെ നമുക്ക് P എന്ന് പറയുന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. That is, A square is divisible by P ആണ്. എന്താണ്? A square is divisible by P ആണ്. So if A square is divisible by P, നമുക്ക് എന്ത് പറയാം? A is also divisible by P എന്ന് നമുക്ക് പറയാം. A is also divisible by P എന്ന് നമുക്ക് പറയാം. So if A square is divisible by P, then A is also divisible by P. Where A എന്ന് പറയുന്നത് ഒരു ഇന്റീജർ ആയിരിക്കണം, P എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിരിക്കണം. P എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിരിക്കണം. നമുക്ക് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 16 എടുക്കുന്നു. നമുക്ക് ഈ 16നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 16 എന്ന് പറയുന്നത് A സ്ക്വയർ ആണ്. A സ്ക്വയർ 16 ആണെങ്കിൽ A 4 ആയിരിക്കും. സോ ഈ 4നെയും നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇഫ് A സ്ക്വയർ ഈസ് divisible by P, then A is also divisible by P. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, A സ്ക്വയർ ഈസ് divisible by 2. കാരണം A സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോഴാണ് നമുക്ക് B സ്ക്വയർ കിട്ടിയത്. ദാറ്റ് മീൻസ് A സ്ക്വയർ ഈസ് divisible by 2. So A സ്ക്വയർ ഈസ് divisible by 2. നമുക്ക് എന്ത് പറയാം? Therefore A is also divisible by 2. A is also divisible by 2. ഇപ്പം A divisible by 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 is a factor of A എന്ന് പറയാം. 2 is a factor of നമുക്ക് A എന്ന് പറയാം. 2 is a factor. ഒരു നമ്പറിനെ നമുക്ക് മറ്റൊരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ആ ഡിവൈസർ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ 16 എടുത്തു. 16നെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 16നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് മീൻസ് 2 16ന്റെ ഒരു ഫാക്ടർ ആണ്. നമ്മളിപ്പോ 10 എടുക്കുന്നു. 10 ഈസ് divisible by 5. 10 5 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ ദാറ്റ് മീൻസ് 5 എന്ന് പറയുന്നത് 10ന്റെ ഫാക്ടർ ആയിരിക്കും. സോ ഇവിടെ A നമുക്ക് 2 വെച്ച് ഡിവിസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാം. സോ 2 ഈസ് എ ഫാക്ടർ ഓഫ് A എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 2 ഈസ് എ ഫാക്ടർ ഓഫ് A. ഇനി നിങ്ങൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം, അത് മറക്കരുത്. A സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into B സ്ക്വയർ. സ്ക്വയറിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ 1 എന്ന് നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ,
യെസ്, ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാൻ പോകുന്നത്. സോ 2 ഈസ് എ ഫാക്ടർ ഓഫ് എ ആണെങ്കിൽ നമുക്ക് എ എങ്ങനെ എഴുതാം? എ ഈസ് ഈക്വൽ ടു 2c എന്ന് എഴുതാം. സി എന്ന് പറയുന്നത് ഏത് നമ്പർ വേണമെങ്കിലും ആകാം. സി എന്ന് പറയുന്നത് ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആകാം. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം 18 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 18 എങ്ങനെ എഴുതാം? 18 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സി എന്ന് എഴുതാം. ദാറ്റ് ഈസ് 18 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സി എന്ന് പറയുന്നത് 9 ആയിരിക്കും. സി എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഓക്കെ, സോ 18 നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് 18 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സി എന്ന് എഴുതാം. സി എന്ന് പറയുന്നത് 9 ആയിരിക്കും. അടുത്ത നമ്പർ ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ 10 നമുക്ക് 2 വെച്ച് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് 10 എങ്ങനെ എഴുതാം? 10 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സി എന്ന് എഴുതാം. സോ അവിടെ സിയുടെ വാല്യൂ 2 ഇൻറ്റു 5 ആയിരിക്കും. സി എന്ന് പറയുന്നത് 5 ആയിരിക്കും. സെയിം ആണ്, നമുക്ക് എ എന്ന് പറയുന്ന നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. therefore a ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 2c എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2c എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെയും സ്ക്വയർ ചെയ്യുന്നു. നമ്മൾ ഇതിനെയും സ്ക്വയർ ചെയ്യുന്നു. സോ സ്ക്വയറിംഗ് ബോത്ത് LHS ആൻഡ് RHS. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം, മറക്കരുത്. യെസ്, 2 ഈസ് എ ഫാക്ടർ ഓഫ് എ എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 ആണ്. സോ നമ്മൾ ഇനിയും ഇവിടെ LHSഉം RHSഉം സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ആകും, ഈസ് ഈക്വൽ ടു 2c ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4 ആണ്, സി സ്ക്വയർ തന്നെ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കറിയാം എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4c സ്ക്വയർ ആണെന്ന്. നമ്മൾ എന്ത് ചെയ്യണം? ഈ എ സ്ക്വയറിന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ലേക്ക് അങ്ങ് കൊടുക്കണം. കാരണം ഇക്വേഷൻ നമ്പർ 1ല് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി സ്ക്വയർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നമ്പർ 3ലെ എ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ എവിടെ കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ട് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ എ സ്ക്വയറിന് പകരം 4c സ്ക്വയർ എന്ന് എഴുതാം. 4c സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 2 എന്ന് എഴുതാം. ഇനി 4 അപ്പുറത്ത് കൊണ്ടുപോയേ, 4 അപ്പുറത്ത് പോകുമ്പോൾ c സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 വരും. ഇനിയാണ് നമുക്ക് ക്യാൻസലേഷൻ വരുന്നത്. 2ഉം 4ഉം ക്യാൻസൽ ആവും. 2 2s ആർ 4 വരും. c സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കിയേ, ബി സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് സി സ്ക്വയർ കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്, അല്ലേ? ഡിവിസിബിൾ ബൈ 2 ആണ്. സി, ഓക്കെ, ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. സോ ഇഫ് ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 നമുക്ക് എന്ത് പറയാം? therefore ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിവിസിബിൾ ബൈ 2. സോ ഇപ്പം ബി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2 ആണ്, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? ബി യെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 2 ഈസ് എ ഫാക്ടർ ഓഫ് ബി. 2 ഈസ് എ ഫാക്ടർ ഓഫ് ബി, അല്ലേ? 2 ഈസ് എ ഫാക്ടർ ഓഫ് ബി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഇനി നിങ്ങൾ കമ്പയർ ചെയ്ത ഇക്വേഷൻ, കമ്പയറിംഗ് ഇക്വേഷൻ 2 and 4, കമ്പയറിംഗ് ഇക്വേഷൻ ഏതൊക്കെ? 2 and 4. 2 and 4 നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം എ എന്ന് പറയുന്ന നമ്പറിന് 2 ഒരു ഫാക്ടർ ആണ്, ബി എന്ന് പറയുന്ന നമ്പറിനും 2 ഒരു ഫാക്ടർ ആണ്. ദാറ്റ് ഈസ് 2 ഈസ് എ കോമൺ ഫാക്ടർ. 2 ഈസ് എ കോമൺ ഫാക്ടർ ഫോർ ബോത്ത് എ ആൻഡ് ബി. ഫോർ ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും 2 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. നമ്മുടെ അസംഷൻ തെറ്റി. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നമ്മുടെ അസംഷൻ പ്രകാരം എയും ബിയും കോപ്രൈം ആയിരുന്നു. കോപ്രൈം മീൻസ് എക്കും ബിക്കും 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ട് ഉള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് എന്താണ് കിട്ടിയത്? എക്കും ബിക്കും 2 എന്ന് പറയുന്ന നമ്പറും ഒരു കോമൺ ഫാക്ടർ ആണ്. എക്കും ബിക്കും 2 എന്ന് പറയുന്ന നമ്പറും ഒരു കോമൺ ഫാക്ടർ ആണ്. സോ എക്സ്ട്രാ ഒരു നമ്പർ വന്നു, 1 അല്ലാതൊരു കോമൺ ഫാക്ടർ. 1 അല്ലാതൊരു കോമൺ ഫാക്ടർ വന്നാൽ
നമുക്ക് എന്ത് പറയാം? A and B are not co-prime. നമ്മുടെ assumption തെറ്റിപ്പോയി. Okay, our assumption is false. So 2 is a common factor for both A and B. Therefore, our assumption എന്തായി? Our assumption is wrong. Our assumption is wrong. Assumption wrong ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Therefore, root 2 is irrational. Our assumption is wrong. അവസാനം എഴുതുക. Therefore, root 2 is irrational. ഇത്രയും. ഇതാണ് എന്ത്? പ്രൂവിങ് റൂട്ട് ടു ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. സിമ്പിൾ ആണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ടോപ്പിക്കാണ്. ഓക്കെ, ഷുവർ ആയിട്ടും ചോദിക്കാൻ, ഷുവർ ആയിട്ടൊന്നും പറയുന്നില്ല, ചോദിക്കാൻ 90% എബവ് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും, 5 + √2 എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. 5 + √2 ഈസ് ഇറാഷണൽ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. സെയിം പ്രൊസീജിയറുമായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, പ്രൂവിങ് √2 ഈസ് ഇറാഷണൽ. പ്രൂവിങ് √2 ഈസ് ഇറാഷണൽ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, യെസ്.